തിരിച്ചു വരാം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദൃശ്യം കൂടി നമുക്ക് ലഭ്യമാവുകയാണ്. അതായത് സംവിധായകൻ രഞ്ജിത്തിനെയും കൊണ്ട് അദ്ദേഹത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ പോലീസ് തെളിവെടുപ്പിന് ഇറങ്ങുകയാണ്. അതാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യം. രഞ്ജിത്ത് തെളിവെടുപ്പിന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് യുവനടിയുടെ ലൈംഗിക ആരോപണ കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം റിമാൻഡിലാണ്. റിമാൻഡിലായ രഞ്ജിത്തിനെ ഇപ്പോൾ തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയാണ്. ഫോർട്ട് കൊച്ചിയിലെ സെറ്റിൽ വെച്ചാണ്, അവിടെ ഒരു കാരവനിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്, അതിക്രമമുണ്ടായത് എന്നാണ് അദ്ദേഹത്തിനെതിരായ ആരോപണം. എം കെ ഷുക്കൂർ ചേരുന്നു. ഷുക്കൂർ, ഇപ്പോൾ രഞ്ജിത്തിനെ തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയാണ്. എവിടെയൊക്കെയാണിന്ന് തെളിവെടുപ്പ്? ഷുക്കൂർ, കേൾക്കാമെങ്കിൽ എവിടെയൊക്കെയാണ് ഇന്ന് രഞ്ജിത്തിനെയും കൊണ്ടുള്ള തെളിവെടുപ്പ്? ഓക്കെ, റഫീഖ് നമ്മോടൊപ്പം ചേരുന്നു. റഫീഖ്, എവിടെയൊക്കെയാണ് തെളിവെടുപ്പ്? യെസ്, സംവിധായകൻ രഞ്ജിത്തുമായി പോലീസ് നീങ്ങുകയാണ്. ഫോർട്ട് കൊച്ചിയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് നിലവിൽ FIR-ൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫോർട്ട് കൊച്ചി ഒരു തെളിവെടുപ്പ് കേന്ദ്രമാകാനുള്ള സാധ്യതയുണ്ട്. ഷുക്കൂർ ചേരുന്നു. ഷുക്കൂർ, ഇന്നിപ്പോൾ എന്തൊക്കെയാണ് പോലീസിന്റെ പരിപാടി? ഫോർട്ട് കൊച്ചിയിലേക്കാണോ ഇപ്പോൾ കൊണ്ടുപോകുന്നത് അദ്ദേഹത്തെ? പ്രമോദ്, ഈ രഞ്ജിത്തിനെ ഇപ്പോൾ വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കി അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് AR ക്യാമ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന കാരവൻ, പോലീസ് ഇതിനകം തന്നെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കണ്ടെടുത്ത കാരവനിൽ കൊണ്ടുപോയി തെളിവെടുക്കാനാണോ, അതല്ല ഫോർട്ട് കൊച്ചിയിൽ എത്തി ഈ ഷൂട്ടിംഗ് നടന്ന ഫോർട്ട് കൊച്ചിയിലെ സെറ്റിൽ എത്തിക്കാനാണോ എന്ന കാര്യത്തിൽ വ്യക്തമല്ല. എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘം അദ്ദേഹവുമായി വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറങ്ങി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, രഞ്ജിത്ത് അറസ്റ്റിലായത് യുവനടിയുടെ പരാതിയിലാണ്. ഷൂട്ടിംഗ് സെറ്റിൽ കാരവനിൽ വെച്ച് ലൈംഗികാതിക്രമം നേരിട്ടുവെന്ന, രഞ്ജിത്തിൽ നിന്ന് ലൈംഗികാതിക്രമം നേരിട്ടുവെന്ന പരാതിയിലാണ് രഞ്ജിത്ത് അറസ്റ്റിലായിട്ടുള്ളത്. അദ്ദേഹത്തെ ഇന്ന് റിമാൻഡിലായ അദ്ദേഹത്തെ ഇന്ന് പോലീസ് തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയാണ്. AR ക്യാമ്പിലേക്കാണ്. അവിടെയാണ് കാരവൻ കണ്ടെത്തി പാർക്ക് ചെയ്തിട്ടുള്ളത്. അവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ് സൂചന. തുടർന്ന് ഫോർട്ട് കൊച്ചിയിൽ വെച്ചായിരുന്നു ഈ ഷൂട്ടിംഗ് നടന്നിരുന്നത്. അവിടേക്ക് കൂടി കൊണ്ടുപോകുമോ എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. എന്തായാലും രഞ്ജിത്ത് ഇപ്പോൾ ഒരു ഗൗരവമുള്ള ലൈംഗികാതിക്രമ കേസാണ് നേരിടുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിനെതിരായ തെളിവുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ പോലീസ് അന്വേഷിക്കുന്നത്. അത് വ്യക്തമായ തെളിവുകളോടുകൂടി കേസ് സമർപ്പിക്കാനായാൽ വളരെ അതീവ ഗൗരവമുള്ള ഒരു കേസായി അത് മാറുകയാണ് എന്നുള്ളതാണ്. കൊച്ചിയിൽ നിന്ന് മുഹമ്മദ് റഫീഖ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. റഫീഖ്, ഇപ്പോൾ എങ്ങോട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്? ഇപ്പോൾ കൊച്ചി വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊച്ചിയിൽ തന്നെ AR ക്യാമ്പിലേക്കാണ് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം ഫോർട്ട് കൊച്ചിയിൽ വീണ്ടും നടന്നു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി സിനിമ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. രഞ്ജിത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ എത്രയും വേഗം തെളിവെടുപ്പും അന്വേഷണവും പൂർത്തിയാക്കാനാണ് പോലീസിന്റെ ശ്രമം. ഇന്ന് തന്നെ തിരികെ റിമാൻഡിലേക്ക് ആക്കാനുള്ള ശ്രമവും പോലീസ് നടത്തുന്നതിന്റെ പരമാവധി വേഗത്തിൽ തന്നെ തെളിവെടുപ്പ് നടത്തുകയും മൊഴികളെടുക്കുകയും ചെയ്തതിനു ശേഷം എത്രയും ആയിട്ടന്നെ രഞ്ജിത്തിനെ കോടതിയിലേക്ക് ഹാജരാക്കുകയും ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയും അതിനുശേഷം ഇന്ന് തന്നെ ജയിലിലേക്ക് മാറ്റാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആരോഗ്യ പ്രശ്നങ്ങളാണ് പ്രധാനമായിട്ടും കൂടുതൽ ആയിട്ട് തെളിവെടുപ്പിനെ പ്രയാസമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. പോലീസ് രഞ്ജിത്തിനോടൊപ്പം തന്നെ അന്ന് ഉണ്ടായിരുന്ന വണ്ടിയിലെ ഡ്രൈവർമാർ, അഭിനേതാക്കൾ, മറ്റുള്ളവർ എല്ലാവരും ഇന്ന് മൊഴികൾ ശേഖരിക്കുന്നുണ്ട്. ഓക്കെ റഫീഖ്, തീർച്ചയായും തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയാണ് അദ്ദേഹത്തെ. ആരോഗ്യ പ്രശ്നം കൂടി കണക്കിലെടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കുകയും തിരിച്ച് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. ആദ്യം AR ക്യാമ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. തുടർന്ന് ഫോർട്ട് കൊച്ചിയിലെ ഈ സംഭവം നടന്നതായി പറയപ്പെടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് കാണുന്നത്.
ആ സമയത്ത് ഷൂട്ടിംഗ് സെറ്റിലുണ്ടായിരുന്ന ആളുകളുമായി പോലീസ് ആളുകളോട് ചോദിക്കാനുള്ള സാധ്യത കൂടി ആരായുന്നുണ്ട്. എത്രത്തോളം ഇന്ന് ഇതെല്ലാം പൂർത്തിയാകുമെന്നുള്ളത് വ്യക്തമല്ല. എന്തായാലും കഴിയുന്നതും വേഗം തന്നെ നടപടികൾ പൂർത്തിയാക്കി രഞ്ജിത്തിനെ എത്തിക്കുക എന്നതാണ് ഇപ്പോൾ കാണുന്നത്. യെസ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാവുന്നത്. രഞ്ജിത്തിനെയും കൊണ്ട് പോലീസ് തെളിവെടുപ്പിനായി പോകുന്നു. സംവിധായകനായ രഞ്ജിത്ത് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത്. അദ്ദേഹത്തെ യുവനടിയുടെ പരാതിയിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇത് രണ്ടാം തവണയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു ലൈംഗിക അതിക്രമ കേസ് ഉയരുന്നത്. ഈ കേസിൽ എത്രത്തോളം തെളിവ് ശേഖരിക്കാൻ പോലീസിന് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. യെസ്, ഇന്ന് തന്നെ തെളിവെടുപ്പിന്റെ നടപടികൾ പൂർത്തിയാക്കി വളരെ പെട്ടെന്ന് തന്നെ രഞ്ജിത്തിനെ തിരിച്ചെത്തിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ആരോഗ്യസ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ട്.